നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുവരെ ഞാൻ തന്നെ അറിയിക്കാതെ വെച്ചിരിക്കായിരുന്നു. അന്ന് കൊടൈക്കനാലിൽ വെച്ച് എന്നെ ആകാശിനെ അപകടപ്പെടുത്താൻ നോക്കിയില്ലേ? അവനിവിടെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട്. അതേടാ സത്യം. ഞാൻ അമ്മയും തൊഴുതിട്ട് വരുമ്പോ അവനെ കണ്ടിരുന്നു. ഞാൻ അവന്റെ പുറകെ ഓടിയതാ. പക്ഷെ അവന് കിട്ടിയില്ല. അമ്മയും ഉണ്ടായിരുന്നു. അമ്മയോട് ഞാനൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എടാ ഗുരുവായൂർ ഭജന ഇരിക്കാൻ വന്നിട്ട് ഇനി മനസ്സ് മറ്റൊന്നിലേക്ക് തിരിക്കണ്ടെന്ന് കരുതി. അത് കഷ്ടായി പോയി ഏഴത്തെ പോലെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ ചതിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടുവന്നാണെങ്കിലും അല്ല അതിനായിരിക്കും ഉദ്ദേശം. അവന്റെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമായിരുന്നു. അപ്പോഴത്തെ വെപ്രാളത്തിൽ അതൊന്നും മനസ്സിൽ വന്നില്ല. ആര്യ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാ ഹോട്ടലിൽ എത്തിക്കായിരുന്നു. അതിനാ നന്ദ സഹായിക്കായിരുന്നു. ഇത് കഷ്ടായി പോയി. അവൻ എന്റെ കയ്യിൽ കിട്ടും. ആര്യ അന്ന് വീടിനകത്ത് വെച്ച് കണ്ടിട്ടും അവൻ പിടിക്കാൻ പറ്റില്ല. ഇവിടെ അവൻ രക്ഷപ്പെടും. അവൻ വൈകാതെ നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്നതിന്റെ സൂചനയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്നാലും അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ. കഷ്ടായി പോയി. എന്താ പറയാൻ വൈകേ? ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ അമ്പലത്തിൽ നിന്ന് പോയി വിവാഹ രജിസ്റ്ററിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു. ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട മിഥുൻ. ഭക്ഷണം കഴിക്കും മിത്ര. ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചില്ല. നീ ആഹാരം കഴിക്കാതിരുന്ന എന്റെ മനസ്സ് വളരെ വേദനിക്കും. കഴിക്കുമോളെ. എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ മിഥുൻ. എന്താ? മിഥുന് രണ്ട് മുഖങ്ങളുണ്ട്. ഞാൻ കാണാത്തതും അറിയാത്തതുമായൊരു മുഖം മിഥുനുണ്ട്. മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നത് പോട്ടെ, എന്നോട് പോലും സ്നേഹം കാണിക്കുന്നില്ല. നീ എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ട് അല്ലേ? സത്യം പറയുന്നത് ഞാൻ എന്ത് മറച്ചു വെച്ചാൽ നീ പറയുന്നത്? കണ്ടോ, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇപ്പൊ തന്നെ നമ്മൾ മറ്റാരും അറിയാതെയല്ലേ ഗുരുവായൂരെത്തിയത്? അങ്ങനെ ഒരു അവസ്ഥയിൽ പരിചയമില്ലാത്തവരോട് വഴക്കുണ്ടാക്കാൻ പോകാൻ നീ സാധാരണ ഒരാൾ അങ്ങനെ ചെയ്യില്ല. എനിക്കൊന്നും അറിയില്ല മിഥുൻ. ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ട് നിൽക്കാം. ഞാനെടുത്ത തീരുമാനങ്ങൾ ശരിയായിട്ട് വരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഗുരുവായൂരപ്പനോടുള്ളൂ. കണ്ടോ, ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അറിയാതെ നീ ദേഷ്യം കാണിക്കുന്നത്. മിഥുൻ, ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്നത്. അത് നീ മനസ്സിലാക്കുക. നീ ഒരു കുഴപ്പക്കാരനാണ്, നിന്നെ വിശ്വസിക്കരുത്, നീ എന്നെ ചതിക്കുന്നൊക്കെ ആരും എന്നോട് പറഞ്ഞിരുന്നു. അല്ല, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അവൻ അവന്റെ പാട്ടിന് പോകാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, നിന്റെ മുറിച്ചനോട് അങ്ങനെ പറയേണ്ടില്ലെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നോ? അവൻ പറഞ്ഞത് വിശ്വസിച്ച് എന്നെ ഒഴിവാക്കി മതിയാണെന്ന് ഇപ്പൊ തോന്നുന്നോ? മുറിച്ചനെ കെട്ടി സുഖമായി ജീവിക്കാന്നല്ലേ? മിഥുൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ? നീയല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്? നോക്ക്, എനിക്കല്ല, നിനക്കാണ് രണ്ട് മുഖം. ഒരു അമേരിക്കക്കാരൻ്റെ ആലോചന വന്നത് മുതൽ നിന്റെ മനസ്സിലാക്കി തുടങ്ങിയതാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതിന് ശ്രമിച്ചാ ഇതിന് വേറൊരു മിഥുനാവും. ഞാൻ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞോ. സ്വന്തമായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന് കൈ വെച്ചാൽ മതി. ആ കുട്ടിയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണല്ലോ. എന്റെ രീതികൾ നീ അംഗീകരിച്ചോ? മനസ്സിലായോ? എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ എന്നെ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ നീ? മോളെ, നിങ്ങൾ വീണ്ടും വന്നോ? ഒരു ശല്യമായല്ലോ. അല്ല മോനെ, ഞാൻ പറയുന്നത് കടന്നു പോകുന്നുണ്ടോ? സോറി മിത്ര, നീ ആരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ടെൻഷൻ ആയി പോയി. സോറി. ഇന്ന് കണ്ടേ പെണ്ണ്, കൊടൈക്കനാലിലെ പെണ്ണ്, അവൾ കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും ഇനി ഗുരുവായൂർ നിൽക്കുന്നത് അപകടം. എന്താ മോനെ, ആ കുട്ടി എന്തോ കുഴപ്പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നേ. നീ നേരത്തെ പറഞ്ഞില്ലേ അവൻ ക്രിമിനലാണെന്ന്? നേരാ. അവര് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും. അവരുടെ കാര്യത്തിൽ വേറെ ആർക്കും അവകാശവും കാണില്ലായിരിക്കും. പക്ഷേ ഒരു പെൺകുട്ടിയെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നാ. ഞാൻ ഇപ്പോഴും ഒന്ന് ഉപദേശിക്കാൻ നോക്കിയതാ. അതിന് അവനെ അവിടെ ഇറക്കി വിട്ടു. ഒന്ന് ചുമ്മാ തിരിച്ചു. അവരുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണും? നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ലേ? നമ്മൾ മഴക്കൂടാറില്ലേ? പക്ഷേ ഇത് അഭിപ്രായ വ്യത്യാസമൊന്നും അല്ല. ആ കുട്ടിക്ക് എന്തോ ആപത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നിയത്. അത്രയ്ക്കങ്ങ് പേടിച്ച് നിൽക്കുക ആ കുട്ടി. അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നായിരിക്കും അമ്മേ. ഇനി ആ വാളാൻ വന്നാ ശരിക്കൊന്നും കൊടുക്കുന്നു. ഗുരുവായൂരപ്പാ, എല്ലാവർക്കും നല്ലത് വരുത്തണേ. എനിക്ക് ജീവിക്കണ്ട. അപകടപ്പെട്ടിട്ടുണ്ട്. നോക്കാം. എന്താ പെട്ടെന്ന് കൂടെ നോക്കാം. എന്താ
അതല്ലേ കാണിച്ചേ എടാ, എന്താ എന്താ സംഭവിച്ചത്? ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അപകടമായിരുന്നു. കള്ളഭായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചോണ്ടിരുന്ന വിഷമിക്കാനേ നേരം കാണും. വിട്. തനിക്ക് എങ്ങനെ എടുത്ത് ഇത്ര നിസ്സാരമായിട്ട് കാണാനാവുന്നേ? ഭഗവാൻ കാരണം കണ്ടിട്ടുണ്ട് പോലും. ഞാൻ സത്യം പറഞ്ഞത് ഭായി. അല്ലെങ്കിൽ പിന്നെ നല്ലൊരു കല്യാണം കളഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കളയോ? ഭഗവാനെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആ വീട്ടുകാർക്ക് നാണക്കേട് വരുത്തുന്നു കണ്ടിട്ടുണ്ട്. എന്റെ സുഹൃത്തെ, അത് ആരുടെ കൂടെ ഓടിപ്പോയെന്നറിയോ? ഒരു പക്ക ക്രിമിനലിന്റെ കൂടെ. അതാ അവളുടെ പുതിയ കെട്ടിയവൻ. എനിക്കറിയാവനെ. ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാ? വാശിക്കാരൻ ദേഷ്യക്കാരിയാ. എന്നോട് വലിയ ഉറക്ക. പക്ഷെ അവനോട് അല്പം അകലെ നോക്കിയിരുന്നു. അപ്പോ അല്പം വിവരമുള്ള കുട്ടിയാ. ഇങ്ങനെയുള്ള കുട്ടികളെ ഭഗവാൻ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കില്ല. എടോ, ഇയാളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ദേഷ്യം വരിക. എടോ, ഇതിലും വലിയ അപകടം എന്ത് പറയാനാ? അതിനുത്തരം പറയണമെങ്കിൽ ആ കുട്ടി ഇപ്പൊ എവിടെയാ എന്താ എന്നൊക്കെ അറിയണം. അതൊക്കെ അറിയട്ടെ, എന്നിട്ട് നമുക്കിങ്ങനെ വെപ്രാളപ്പെടാം. ചേച്ചി, ഏട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഏട്ടന്റെ കൂടെ അങ്ങ് വന്നേനെ. ഞാൻ മാത്രമല്ല, കൃഷ്ണമംഗലത്ത് ആരും പിന്നെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ സംഭവങ്ങൾ ആവർത്തിക്കുക. മുമ്പ് നമ്മുടെ അച്ഛനെ നോക്കി നാട്ടുകാർ ചിരിച്ചു. ഇന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നു. ആര് ചിരിച്ചാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഏട്ടനായി വീടിന്റെ നാഥൻ. ഏട്ടൻ വീട് പോയാൽ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇല്ലടാ, നിങ്ങളൊക്കെ മറന്നു. ഞാനീ ഒന്നും പ്രവർത്തിക്കില്ല. എന്നാലും ഇത്രയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെ സാധിച്ചു? ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ പല സംഭവങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ ഒരു തോന്നൽ വരുന്നു. ഇന്നലെ രാത്രി എന്നെയും നന്ദിതേച്ചിയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങൾ കരുതിയത് കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമല്ലോ, അതിന്റെ വിഷമാണെന്ന്. ചേച്ചി മുറി ചെന്നപ്പോ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം നോക്കിയിരിക്കുന്നു. അവക്കാണെങ്കിൽ വലിയ ഭക്തിയൊന്നും ഇല്ലല്ലോ. ഇനി അവളെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. അവളിനി നമ്മുടെ മോളല്ല. ഏതായാലും ആഭരണം ഞാൻ തിരികെ വാങ്ങും. കേസും കൊടുക്കും. വേണം വലിച്ച മുഴുവൻ ആഭരണം തിരികെ വാങ്ങണം. അമ്മേ, എന്താ തോന്നുന്നു? അമ്മേ, ആഹാരമാ. അപ്പുറത്ത് അളിയൻ തന്നതാ. രാവിലെ ചായ കുടിച്ച ശേഷം ആരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ആഹാരം കഴിക്കാൻ പറഞ്ഞു. ധർമ്മ, അത് വേണ്ട. ഏട്ടാ, അളിയനെ ആത്മാർത്ഥമായിട്ട് തന്നേച്ചതാ. ആയിരിക്കും, അല്ല ആണ്. പക്ഷേ വേണ്ട. സന്തോഷത്തോടെ തന്നത് നിരസിക്കല്ല. ഇപ്പൊ എന്തായാലും വേണ്ട. നിർബന്ധിക്കുന്നില്ല. അപ്പോ തിരികെ കൊണ്ടുപോകാലോ. നാളത്തെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? റെസിപ്റ്റ് എടുത്തോ? താലി വാങ്ങിയോ? അതൊക്കെ ഈ ബാഗിലുണ്ട്. പിന്നെ മാല നാളെ രാവിലെ അമ്പലത്തിൽ പൂജിക്കാൻ കൊടുക്കും. മിഥുൻ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ നാളെ പ്ലാൻ ചെയ്യാം. നാളെ പ്ലാൻ ചെയ്യാനോ? കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ വ്യക്തമായിട്ട് തീരുമാനിക്കണം. മിഥുൻ അച്ഛനും അമ്മയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കണം. മിഥുൻ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് മാറാം. ശരി. എന്നിട്ട് നമുക്ക് ജീവിക്കാൻ വരുമാനം വേണ്ടേ? എന്തെങ്കിലും ജോലി വേണ്ടേ? അത് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ ഒരു ഒഴുക്കമട്ടിൽ പറഞ്ഞാൽ എങ്ങനെയാ? എന്ത് ജോലി കണ്ടുപിടിക്കും? മറ്റൊരു മാർഗ്ഗം ഞാൻ പറയാം. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാം ഒന്ന് തണുക്കും. ആ സമയത്ത് നമുക്ക് നിന്റെ വീട്ടിൽ പോകാം. എങ്ങനെ? എന്റെ വീട്ടിൽ പോകാനോ? എന്നുവെച്ചാ അവിടെ പോയി താമസിക്കാന്ന്? അത് മാത്രം പറ്റില്ല മിഥുൻ. അത് ഞാൻ സമ്മതിക്കില്ല. അതെന്താ നിനക്ക് സമ്മതമല്ലാത്ത? എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അതെനിക്കിഷ്ടമല്ല. അത്ര തന്നെ. സുഖനിദ്ര. ഗോമതി, കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഗോമതിയുടെ ഏട്ടനും കുടുംബത്തിനും എന്ത് വിഷമായിരിക്കും? നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു ചേച്ചി. എന്റെ ഏട്ടനെ എത്ര ഒന്നിച്ച് വളർത്തിയതാണെന്നറിയാവുള്ള. എന്ത് ചെയ്യാനാ ഗോമതി? അനുഭവിച്ചേ പറ്റൂ. ദേ, ഇപ്പൊ തന്നെ ഞങ്ങളുടെ റൂമിനടുത്തൊരു ഭാര്യയും ഭർത്താവും കൊച്ചു പിള്ളേരാ. ആ പയ്യൻ ആ പെൺകുട്ടിയെ വല്ലാതെ പീഡിപ്പിക്കുക. സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ച പിള്ളേരാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം വല്ലാത്ത കഷ്ടം. കരയാതെ മാമ, പ്ലീസ്. മാമ കരയുന്ന കാണുമ്പോ എനിക്ക് വിഷമം തോന്നുവാ. ഞാൻ കാര്യമൊന്നുമല്ല മോളെ. മോളെ, അച്ഛാ, മാമന് ഭയങ്കര വിഷമം. കരച്ചിൽ തന്നെയാ. എന്താടാ? ധർമ്മ, അറിയാതെ അളിയ, അവള് വളരെ സന്തോഷമായിട്ട് പറഞ്ഞേക്കണം. എന്റെ കാല് തൊട്ട് വീഴും. അപ്പൊ അവൾ അനുഗ്രഹിക്കണം. അങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച കുട്ടിയാണ് ഞാനിരുന്നത്. എന്റെ കാര്യം പോട്ടെ, അനന്തേട്ടനും അച്ഛനേട്ടനും അവരെ കാര്യം ഓർക്കുമ്പോഴാ. ധർമ്മ, നീ ഇത്രയും പാവാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ധർമ്മ, എല്ലാ കാര്യങ്ങളും തമാശയിലൂടെയല്ലേ നീ കണ്ടിരുന്നത്? എന്നെ നേർക്ക് നേരെ എന്ന് കളിയാക്കുന്നത് നീ മാത്രമാ. അങ്ങനെയുള്ള നീ എപ്പോഴെങ്കിലും കരയുന്നൊരു തോന്നലേ എനിക്കുണ്ടായിരുന്നില്ല. അളിയ, ചിരി വന്നാലും വേണമെങ്കിൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഇനി കണ്ണീരടക്കാൻ പറ്റില്ല അളിയ. നീ ഭക്ഷണം കഴിച്ചോ? എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടളിയ. ഞാൻ നിർബന്ധിച്ചാ, പക്ഷെ മാമന് ആഹാരം ഇല്ലെന്ന് നിർബന്ധം പിടിക്കുവോ? മോളെ, ചെന്ന് ഭക്ഷണം എടുക്ക്. മോളെ, എനിക്ക് ആഹാരം ഇറങ്ങില്ല. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. ധർമ്മ, ഞാനും ആഹാരം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ഞാനും കഴിക്കില്ല. മോളെ, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ? അല്ലെ എനിക്ക് വേണ്ടാത്തോണ്ടാ. നിന്നെ ധർമ്മസങ്കടത്തിലാക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയാ.
നിന്നെ എന്റെ അളിയനായിട്ടല്ല എന്റെ കൊച്ചനിയനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗോമതിയും ഞാനും കല്യാണം കഴിച്ചു മുതൽ നീ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു. സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നീ പട്ടിണിരിക്കുമ്പോൾ ഞാൻ ആഹാരം കഴിക്കില്ല, ഉറപ്പാ. മോളെ ഞങ്ങൾക്ക് ആഹാരം എടുത്ത് വെക്ക്. ചെല്ല്. അളിയ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നീട് കഴിച്ചോളാം. നമുക്ക് ഒരുമിച്ച് കഴിക്കടാ. വാ ഇരിക്കേ. മോളെ വേഗം കൊണ്ടുവാ. ശരി അച്ഛാ. അളിയ ഞാൻ പിന്നെ കഴിച്ചോളാം. ദേ, നീ ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകും. അല്ലേ ഞാൻ കഴിച്ചോളാം. ആ കറി എടുത്തോണ്ട് വാ. ആ മോളിരിക്കും. നമ്മളെ ആ നിൽക്കാം. കഴിച്ചോ. ആഹാരത്തിന് മുമ്പിൽ നിന്ന് കരയല്ലേ? അളിയ ഞാനിപ്പോ കരഞ്ഞതേ മിത്രയെ ഓർത്തിട്ടല്ല, അളിയൻ എന്നോട് കാണിക്കുന്ന സ്നേഹം ഓർത്തിട്ടാ. ആ കഴിച്ചോ.